അവർ പോയത് ഞാൻ അറിഞ്ഞതേ ഇല്ല. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അവർ പോയത് ഞാൻ അറിഞ്ഞതേ ഇല്ല. അവർ ഡേ. പോകുക എന്ന് വെച്ചാൽ എന്താ? ഗോ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം പോയതെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ഗോയുടെ പാസ്റ്റ് ഫോം ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ സെൻറ്റൻസിൽ ഗോയുടെ പാസ്റ്റ് ഫോം ആക്കി നമുക്ക് എഴുതാം. ഞാൻ എന്ന് വെച്ചാൽ എന്താ? ഐ. അറിഞ്ഞതേ ഇല്ല എന്ന് നമുക്ക് എങ്ങനെ എഴുതാം? അല്ലെങ്കിൽ അറിഞ്ഞില്ല നമുക്ക് എങ്ങനെ എഴുതാം? ഡിഡിൻറ്റ് നോ. ഡിഡിൻറ്റ് നോ. അപ്പം നമ്മളിവിടെ എന്തുകൊണ്ട് ഡിഡ് യൂസ് ചെയ്തു? കാര്യം ഇതൊരു കഴിഞ്ഞു പോയൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഡിഡ് യൂസ് ചെയ്തത്. അപ്പം എങ്ങനെ നമുക്ക് എഴുതാൻ നോക്കാം? അവർ പോയത് ഞാൻ അറിഞ്ഞതേ ഇല്ല നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? I didn't even know. I didn't even know they had gone. നമ്മളെങ്ങനെയാണ് എഴുതിയത്? I didn't even know they had gone. അവർ പോയത് ഞാൻ അറിഞ്ഞതേ ഇല്ല. അവർ പോയത് ഞാൻ അറിഞ്ഞതേ ഇല്ല. I didn't even know they had gone. അപ്പം നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാം അവർ പോയത്. അപ്പം അവർ പോയതാണ് ഇവിടെ ആദ്യം സംഭവിച്ച കാര്യം. അവർ പോയതെന്ന് പറഞ്ഞാൽ ഒരു ഏർലിയർ ആക്ഷനാണ്, ആദ്യം സംഭവിച്ച കാര്യമാണ്. അപ്പോൾ അതിന് ശേഷമാണ് പറയണത് ഞാൻ പോയത് അറിഞ്ഞില്ല, ഞാൻ അറിഞ്ഞതേ ഇല്ല. അപ്പം ആദ്യം സംഭവിച്ച കാര്യം ഇങ്ങനെയുള്ള സെൻറ്റൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? അതിന് മുമ്പ് നമ്മൾ ഹാഡ് യൂസ് ചെയ്യണം. അവർ പോയതാണ് ഇവിടെ ആദ്യം സംഭവിച്ച കാര്യം. അതിന് ശേഷം പറയുന്നതാണ് ഞാൻ അറിഞ്ഞില്ല അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞതേ ഇല്ല. അപ്പം ആദ്യം സംഭവിച്ച കാര്യത്തിന് മുമ്പ് നമുക്ക് ഹാഡ് യൂസ് ചെയ്യണം, ഹാഡ്. പിന്നെന്താ? പിന്നെ ഇവിടെ ഗോയാണ്, പോകുക, ഗോ. അപ്പോൾ ഇവിടെ പോയി എന്നാണ്. അപ്പം നമ്മൾ ഹാഡിൻ്റെ കൂടെ വെർബിൻ്റെ തേർഡ് ഫോം എഴുതണം. അപ്പോൾ ഇവിടെ ഗോയാണ് വെർബ്. ഈ ഗോയുടെ തേർഡ് ഫോമാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പോൾ ഗോയ്ക്ക് എത്ര ഫോംസ് ഉണ്ട്? ടോട്ടൽ 3 ഫോംസ് ഉണ്ട്. ഞാൻ ഒന്ന് എഴുതാം ഇവിടെ ക്ലിയർ ആയിട്ട്. ഗോ, went, gone. ഗോ, വെൻറ്റ്, ഗോൺ. അപ്പം 3 ഫോംസ് ഉണ്ട് ഗോയ്ക്ക്. അപ്പം ഞാൻ പറഞ്ഞു വെർബ് എന്ന് പറഞ്ഞാൽ എന്താ? ഗോ. അപ്പോൾ വെർബിൻ്റെ തേർഡ് ഫോമാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പോൾ വെർബിൻ്റെ തേർഡ് ഫോമാണ് ഗോൺ. അപ്പം ഇവിടെ ഞാൻ ബ്രാക്കറ്റിൽ എഴുതാം. നമ്മളിവിടെ പറഞ്ഞു ഏർലിയർ ആക്ഷൻ, ആദ്യം സംഭവിച്ച കാര്യം. ആദ്യം സംഭവിച്ച കാര്യത്തിന് മുമ്പ് നമ്മൾ ഹാഡ് എഴുതിയിട്ട് ഹാഡ് പ്ലസ് പിന്നെന്താ? പോകുക. ഇവിടെ പോകുക അല്ലെങ്കിൽ പോയി. പോകുക എന്ന് വെച്ചാൽ പ്രസൻറ്റ് ടെൻസ് ആണ്, ഇപ്പോഴത്തെ ഒരു കാര്യമാണ്. ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. ഗോണിൻ്റെ പ്രസൻറ്റ് ടെൻസ് ആണ് ഗോ, പക്ഷേ പോവുക. അപ്പോൾ ഇവിടെ ഗോയുടെ തേർഡ് ഫോം ഞാൻ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്, നിങ്ങൾക്ക് മനസ്സിലാവാത്തവർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ. അപ്പം ഈ ഗോ എന്ന് പറയുന്നത് പോവുകയാണ്. അപ്പം നമ്മൾ ഗോയുടെ തേർഡ് ഫോം ഗോൺ എഴുതണം. അപ്പം ഓർക്കുക, ഏതൊരു സെൻറ്റൻസ് വന്നാലും ക്ലിയർ ഓക്കെ. അപ്പം ഏതൊരു സെൻറ്റൻസ് ഇങ്ങനത്തെ സെൻറ്റൻസ് വന്നാലും ആദ്യം സംഭവിച്ച കാര്യത്തിന് മുമ്പ് നമ്മൾ ഹാഡ് യൂസ് ചെയ്യുക. ഹാഡ് യൂസ് ചെയ്തിട്ട് ഇപ്പം ഞാനിവിടെ ക്ലിയർ ആയിട്ട് എഴുതാം. ഹാഡിൻ്റെ കൂടെ നമുക്ക് വെർബിൻ്റെ തേർഡ് ഫോമാണ് എഴുതേണ്ടത്. ഹാഡ് പ്ലസ് വെർബിൻ്റെ തേർഡ് ഫോം. അപ്പോൾ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കുക, ആദ്യം സംഭവിച്ച കാര്യം അവർ പോയത്. അപ്പം അങ്ങനെയുള്ള സെൻറ്റൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാഡ് യൂസ് ചെയ്യാം. ആദ്യം സംഭവിച്ച കാര്യത്തിന് മുമ്പ് നമുക്ക് ഹാഡ് യൂസ് ചെയ്യാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് വെർബിൻ്റെ തേർഡ് ഫോം എഴുതാം. അപ്പോൾ ഇവിടുത്തെ വെർബ് എന്ന് പറഞ്ഞത് എന്താ? ഗോയാണ്. അപ്പോൾ ഗോയുടെ തേർഡ് ഫോമാണ് ഗോ, വെൻറ്റ്, ഗോൺ. അപ്പം നമ്മൾ ഹാഡിൻ്റെ കൂടെ പ്ലസ് വെർബിൻ്റെ തേർഡ് ഫോം എഴുതി. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ സെൻറ്റൻസ് എഴുതി. ഐ ഡിഡൻറ്റ് ഈവൻ നോ ദേ ഹാഡ് ഗോൺ. I didn't even know they had gone. നെക്സ്റ്റ് പോയിൻറ്റ്, ഞാനും ഇപ്പോഴാണ് അറിയുന്നത്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ഞാനും ഇപ്പോഴാണ് അറിയുന്നത്. I have just ഇത് ചെയ്യാണ്. I have just found out two. I have just found out too. ഞാനും ഇപ്പോഴാണ് അറിയുന്നത്. I have just found out too. അപ്പം ഈ ഒരു സെൻറ്റൻസ് ഞാനും ഇപ്പോഴാണ് അറിയുന്നത് നിങ്ങൾക്ക് കേൾക്കുമ്പോഴും മനസ്സിലാവും ഇപ്പോൾ വേറൊരാളോട് പറയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനാണത്. അപ്പം അങ്ങനെയുള്ള സെൻറ്റൻസിൽ നമുക്ക് ഹാസ് ഓർ ഹാവ് ചേർത്തിട്ട് നമുക്ക് എഴുതാം. ഹാസ് ഓർ ഹാവ് പ്ലസ്
വെർബിൻ്റെ തേർഡ് ഫോം നമുക്ക് ചേർത്തിട്ട് എഴുതാം. അപ്പം ഇവിടെ ഐയുടെ കൂടെ ഞാൻ ഹാവ് ആണ് യൂസ് ചെയ്തത്. കാര്യം ഐയുടെ കൂടെ നമുക്ക് ഹാസ് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് നമുക്കറിയാം. ഐയുടെ കൂടെ നമ്മൾ ഐ ഹാസ് നമ്മൾക്ക് ഒരിക്കലും എഴുതാൻ പറ്റില്ല. അപ്പോൾ ഐ ഹാവ്. അപ്പോൾ ഇതൊരു പ്രസൻറ്റ് ഫോം ആയതുകൊണ്ടാണ്, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് നമുക്ക് ഹാസോ ഹാവോ യൂസ് ചെയ്യാം. പക്ഷേ ഐ ആയതുകൊണ്ട് നമുക്കിവിടെ ഹാവേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഹീയോ ഷീയൊക്കെ ആയിരുന്നെങ്കിൽ ഇവിടെ ഹാസ് ഉപയോഗിച്ചിട്ട് നമുക്ക് പറയാമായിരുന്നു. അപ്പം ഇവിടെ ഐ ഹാവ് ജസ്റ്റ്, ഞാനും ഇപ്പോഴാണ് അറിയുന്നത്. അപ്പം അറിയുക എന്നുള്ളത് നമ്മളിവിടെ ഫൗണ്ട്, അറിയുന്നത് ഒരു പാസ്റ്റ് ഫോമാണ്. അപ്പം അറിയുക എന്ന് വെച്ചാൽ എന്താ, ഫൈൻഡ് ആണ്. അപ്പം ആ ഫൈൻഡിനെ നമ്മൾ പാസ്റ്റ് ഫോമിലോട്ടാക്കി എഴുതണം, ഫൗണ്ട്. അപ്പോൾ ഫൈൻഡ്, ഫൗണ്ട്, ഫൗണ്ട്. ഫൈൻഡ് 3 ഫോംസ് ഉണ്ട്. എന്തൊക്കെയാണ്? ഫൈൻഡ്, ഫൗണ്ട്, ഫൗണ്ട് ആണ്. ജസ്റ്റ് ഇവിടെ എഴുതിയേക്കാം. ഫൈൻഡിന് 3 ഫോംസ് ഉണ്ട്. ഫൈൻഡ്, ഫൗണ്ട്, ഫൗണ്ട്. ഇതാണ് 3 ഫോംസ്. അപ്പം നമ്മളിവിടെ ഐയുടെ കൂടെ ഹാവ് യൂസ് ചെയ്തു. ഹാവ് പിന്നെ എങ്ങനെ, ഹാസ് ഓർ ഹാവ് പ്ലസ് പാസ്റ്റ്, ഹാസ് ഓർ ഹാവ് പ്ലസ് ഇതിൻ്റെ കൂടെ എന്താ യൂസ് ചെയ്യേണ്ടത്? അപ്പം നമ്മളിവിടെ എങ്ങനെ എഴുതി? ഐ ഹാവ് ജസ്റ്റ് ഫൗണ്ട്. ഫൗണ്ട് നമ്മൾ എങ്ങനെ എഴുതിയത്? ഫൈൻഡിൻ്റെ പാസ്റ്റ് ഫോം. അപ്പോൾ വെർബിൻ്റെ തേർഡ് ഫോമാണ് ഇവിടെ എഴുതേണ്ടത്. V3 വെർബിൻ്റെ തേർഡ് ഫോമാണ്. അപ്പം ഫൈൻഡ്, ഫൗണ്ട്, ഫൗണ്ട്. അപ്പോൾ ഫൈൻഡിൻ്റെ സെക്കൻഡ് ഫോം ഫൗണ്ട് തന്നെയാണ്. അപ്പം നമ്മൾ വെർബിൻ്റെ തേർഡ് ഫോം എഴുതി ഫൈൻഡ് അല്ല ഫൗണ്ട്. അപ്പോൾ ഫൗണ്ട് ഔട്ട് എന്നായി. ടു എന്ന് എഴുതി എന്താ? TOO. ടു എന്ന് പറഞ്ഞാൽ ഞാനും ഇപ്പോഴാണ് അറിയുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ടൂന്ന് യൂസ് ചെയ്തു. അപ്പം ഐ ഹാവ് ജസ്റ്റ് ഫൗണ്ട് ഔട്ട് ടു. അപ്പം നമ്മൾ ഇവിടെ ഐ ഹാവ് ആണ് യൂസ് ചെയ്തത്. ഐ ഹാസ് യൂസ് ചെയ്തില്ല. അത് ഓൾറെഡി ഞാൻ പറഞ്ഞു. ഷീ അല്ലെങ്കിൽ ഹീ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഐ, യു, ഇതൊക്കെ ആണെങ്കിൽ ഹാവ് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഐ ഹാവ് എഴുതി. പിന്നെ എന്താ? ഫൈൻഡിൻ്റെ തേർഡ് ഫോം ഫൈൻഡ്, ഫൗണ്ട്, ഫൗണ്ട്. വെർബിൻ്റെ തേർഡ് ഫോം ഫൗണ്ട് എഴുതി. പിന്നെ ടു എഴുതാൻ കാരണം ഞാനും. അപ്പോൾ എങ്ങനെ? ഞാനും ഇപ്പോഴാണ് അറിയുന്നത്. ഐ ഹാവ് ജസ്റ്റ് ഫൗണ്ട് ഔട്ട് ടു. ഐ ഹാവ് ജസ്റ്റ് ഫൗണ്ട് ഔട്ട് ടു.